ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കുറേ നാളുകളായിട്ട് നമ്മളെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെ കൊച്ചി മെട്രോ ഫേസ് 2 പിങ്ക് ലൈനിന്റെ വർക്ക് എവിടം വരെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് മുൻപായിട്ട് നിഷാദ് പടിഞ്ഞാറ്റുമുറ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫേസ് 2 പിങ്ക് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഇൻഫോ പാർക്കിനുള്ളിൽ കൂടെ പോയിട്ട് സ്മാർട്ട് സിറ്റിൻ്റെ അവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ മെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നീട് തൃപ്പൂണിത്തുറ വരെ കേട്ടോ. അപ്പോൾ ഈ മെട്രോ വന്നതിന് ശേഷം കൊച്ചിയിൽ വളരെയധികം മാറ്റമാണ് വന്നിരിക്കുന്നത്. എൻ്റെ കാര്യം പറയുന്നത് തന്നെ ഞാൻ പഠിച്ചതും വളർന്നതും കൊച്ചിയിലാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കൊച്ചിയുടെ ഓരോ മാറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബിയിൽ മമ്മൂട്ടി പറയണ മാതിരി കൊച്ചി പഴയ കൊച്ചിയല്ല, വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ മെസ്സി വരും എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ മെസ്സി ഒന്നും എത്തിയില്ല. പക്ഷേ എന്തായാലും മെട്രോ സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഇവിടെ വികസനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 11.2 കിലോമീറ്ററാണ് മെട്രോ ഫേസ് 2 പിങ്ക് ലൈൻ വരുന്നത്. അതിൽ 11 സ്റ്റേഷനുകളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നമുക്ക് വിശദമായിട്ട് കാണാം. ആരും സ്കിപ്പ് ചെയ്യരുത്, ഒരിക്കൽ കൂടി പറയണം. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നഷ്ടമാണ്. അപ്പം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പാലാരിവട്ടം ഭാഗത്തേക്കാട്ടോ. ഇതാണ് ബ്ലൂ ലൈൻ വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ പോകുന്ന ബ്ലൂ ലൈൻ എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ പുതിയതായിട്ട് വരുന്നതാണ് പിങ്ക് ലൈൻ. അപ്പോൾ ഈ ജംഗ്ഷനിലല്ല, ഇവിടുന്ന് വലത്തോട്ടാണ് നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനുള്ളത്. ഇത് നേരെ അങ്ങോട്ട് പോണത് നമ്മൾ ആലുവ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു മെർജിങ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. മെട്രോൻ്റെ ഒരു അടിപൊളി മാറ്റം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പണികൾ കഴിഞ്ഞ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രോ സ്റ്റേഷൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ക്വയർ പീറുകളായിരിക്കും, ബാക്കി എല്ലാ സ്ഥലത്തും റൗണ്ട് തൂണുകളായിരിക്കും. അപ്പോൾ ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എവിടേക്കാണ് സ്റ്റേഷനുകൾ വരുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനടുത്ത് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് നമ്മളെ പാലാരിവട്ടം ജംഗ്ഷനിലിട്ടാ. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇവിടെ ബോർ പൈലിങ്ങും ഒക്കെ അടിപൊളി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ചിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ ഫുള്ളായിട്ട് ഷീറ്റ് പൈലിംഗ് നടത്തിയിരിക്കുകയാണ്. കാരണം മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഷീറ്റ് പൈലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്താണ് പൈൽ ക്യാപ്പ് വരിക, പിന്നീട് പീർ ക്യാപ്പ്. ഇതൊക്കെ നമ്മൾ ദേശീയപാത 66 വികസനം വന്ന സമയത്ത് കുറേ കണ്ടതാണ് ജനങ്ങളെല്ലാവരും. ഇവിടെ ബോർ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബോർ പൈലിംഗ് നടക്കുന്ന സമയത്ത് തന്നെ അതിൽ പൈൽ ലൈനർ ഇറക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലാണ് പൈൽ കേജ് വരിക. ഒരു തൂണിൻ്റെ അടിഭാഗത്ത് 4 ബോർ പൈലിംഗ് ചെയ്തിട്ട് പൈൽ അതിൻ്റെ അടിഭാഗത്ത് 4 വരിക. പിന്നീടാണ് പൈൽ ക്യാപ്പ് വരിക. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കട്ടോ. എന്തായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടപ്പള്ളി ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട്, ദേശീയപാത 66 ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോയി. അപ്പോഴും ആളുകൾ ചോദിച്ചിരുന്നു നമ്മളെ കൊച്ചി മെട്രോ ഫേസ് 2 പിങ്ക് ലൈനിൻ്റെ വർക്കുകൾ ഒന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2017 ആദ്യമായിട്ട് കൊച്ചി മെട്രോൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മെട്രോ ഓടി തുടങ്ങിയത് കേട്ടോ. അതിനുശേഷം പിന്നീട് ഇപ്പോൾ 2ാം ഘട്ടമായ രീതിയിലാണ് ഫേസ് 2ൻ്റെ വർക്ക് ഇവിടെ ആരംഭിക്കുന്നത്. അതും മെയിനായിട്ടുള്ള ഒരു ടൗണിൽ കൂടെയാണ് പഴയ മെട്രോ കടന്നു പോകുന്നത്. MG റോഡ് കൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ പഴയ മെട്രോ. അപ്പം അത് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റേതായ ഗതാഗതക്കുരുക്ക് പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പാലാരിവട്ടം ജംഗ്ഷനിലാണ്. പാലാരിവട്ടം ജംഗ്ഷനിലാണ് ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരാൻ പോകുന്നത്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പീറ് കണ്ടോ നിങ്ങൾ, സ്ക്വയർ പീറ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ വരുന്ന സ്ഥലത്താണ് സ്ക്വയർ പീർ വരിക. അതിൻ്റെ അടിഭാഗത്തൊക്കെ പൈൽ കേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലൊക്കെ ഒരു വിഷയം തരുമോ, ഒന്നാമത് ഈ റോഡ് വീതി കുറവാണ്. അപ്പോൾ ഇതുപോലെ സെൻട്രലിൽ ഈ മെട്രോൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്തെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും ഒരു ആശ്വാസമാണ്. കാരണം നല്ലൊരു നാളേക്കായിട്ടുള്ളൊരു പ്രവർത്തനമാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് പോയിട്ട് ക്രോസ് ചെയ്യണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാലാരിവട്ടം പാലമുണ്ട്. ഈ പാലാരിവട്ടം പാലം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുമല്ല, പണ്ട് പൊളിച്ച് പണിതൊരു പാലം കൂടിയാണ്. അതും ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട് അവിടെയൊക്കെ ഭയങ്കരമായ മാറ്റം വരാൻ പോവുകയാണ്. കണ്ട ഈ തൂണുകൾ നോക്കി നിങ്ങൾ, ഇത് റൗണ്ട് തൂണാണ്. മുകൾ ഭാഗത്തൊക്കെ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാലാരിവട്ടം പാലം, ഈ പാലാരിവട്ടം പാലത്തിൻ്റെ മുകൾ ഭാഗത്തു കൂടെയാണ് ഈ മെട്രോ കടന്നു പോവുക. ഇനി അടുത്ത അലൈൻമെൻറ്റ് നമ്മൾ ദേശീയപാത 66 വരുന്ന സമയത്ത് ആ മെട്രോൻ്റെ മുകൾ ഭാഗത്തു കൂടെ ആയിരിക്കും എലിവേറ്റഡ് ഫ്ലൈ ഓവർ കടന്നു പോകാനുള്ളത് 6 വരിപ്പാതയുടെ. നമുക്ക് ഈ മെട്രോയും ദേശീയപാത 66 ഇതിൽ കണക്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്ക് വരുന്ന സമയത്താണ് ഇതിൻ്റെ പല മാറ്റങ്ങളും വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെ മെട്രോ കടന്നു പോകും, പഴയ പാലാരിവട്ടം പാലം. അതിന്റെ മുകൾ ഭാഗത്തു കൂടെയാണ് നമ്മൾ 6 വരിപ്പാത കടന്നു പോകാന്ന് പറയുന്നുണ്ട്. ഇതേമാതിരി തന്നെയാണ്
വൈറ്റ് ലൈനും വരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പാലാരിവട്ടം പാലം. ഈ പാലാരിവട്ടം പാലം ക്രോസ് ചെയ്തിട്ടാണ് മെട്രോ കടന്നു പോവുക. ഫേസ് 2 പിങ്ക് ലൈൻ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ ഏകദേശം വർക്ക് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡ് കേട്ടോ. ഇതിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് മെട്രോ സ്റ്റേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു മാറ്റിയിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. പിന്നീട് ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ഒരു വളവാട്ടോ. അപ്പോൾ ഈ വളവൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് മെട്രോ കടന്നു പോവുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ കേരളത്തിൽ വാട്ടർ മെട്രോ ഉള്ളത് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കേരളത്തിൽ മെട്രോ റെയിൽ ഉള്ളത് നമ്മളെ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിയിൽ ഈ മെട്രോ വന്നതിന് ശേഷം ഗതാഗതക്കുരുക്കിന് കുറവ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? മെട്രോൻ്റെ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ വളരെയധികം സുഖമാണ്. കാരണം പണ്ടൊക്കെ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്ത് യാത്ര ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഇവർക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ സാധിക്കുന്നുണ്ട്. അത് ഈ വാട്ടർ മെട്രോ ആണെങ്കിലും ഈ മെട്രോ റെയിലാണെങ്കിലും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വാഹനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ല, അതിനനുസരിച്ചുള്ള റോഡ് വീതി കൂടി വരുന്നില്ല. അതാണ് ഒരു വിഷയം മാത്രം. അപ്പോൾ ഇതാണ് ആലിൻചോട് കേട്ടോ. ആലിൻചോട് ഇതേമാതിരി തന്നെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നല്ല വേഗതയിൽ തന്നെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ജൂൺ 2026 ആകുമ്പോഴത്തേക്കും ഏകദേശം 5 സ്റ്റേഷനോളം പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പം ഈ വർക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ദേശീയപാത 66 ബന്ധപ്പെട്ടിട്ട് അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈഓവറിൻ്റെ വർക്ക് ഉണ്ട്. അതും ഇതേമാതിരി ഒറ്റത്തൂണിലെ 6 വരി പാലമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് മെട്രോ എന്ന് മാത്രം വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് സെന്റ് മൈക്കിൾസ് ചർച്ച് ഉണ്ട്, ചെമ്പുമുക്ക്. അവിടെയാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പീറിൻ്റെ വർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെയൊക്കെ റൗണ്ടാണ്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സ്ക്വയർ പീറുകൾ വരുന്ന സ്ഥലത്താണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് മെട്രോ സ്റ്റേഷൻ വരിക. ഈ ചെറിയൊരു പാലമുണ്ട്, ആ പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് വർക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പല സ്ഥലത്തും പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ചില സ്ഥലത്ത് പീറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ് മാത്രമായിട്ടുള്ളൂ, ഇനി ഷട്ടറിങ് നടത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. കണ്ടോ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ പീർ നോക്കിയാൽ നിങ്ങൾ സ്ക്വയർ ടൈപ്പ് അല്ല. അപ്പോൾ ഇവിടെയാണ് ചെമ്പുമുക്ക് ഭാഗത്തുള്ള മെട്രോ സ്റ്റേഷൻ വരുന്നത്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വല്ല നോർത്ത് ഇന്ത്യയിലും ചെന്ന മാതിരിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതേമാതിരി പല സ്ഥലത്തും വയഡക്റ്റിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരത്തെ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നിലവിൽ കൊച്ചിയിൽ മാത്രമല്ല മെട്രോള്, കേരളത്തിൻ്റെ പല വലിയ വലിയ നഗരങ്ങളിലും ഈ മെട്രോ വരണം എന്നെൻ്റെ അഭിപ്രായം. കാരണം ഞാനൊരു മലപ്പുറംകാരനാണ്, എൻ്റെ തൊട്ടടുത്ത ജില്ലയാണ് കോഴിക്കോട്. ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ മെട്രോ വന്നു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം അത്രത്തോളം ഗതാഗതക്കുരുക്കാണ് ആ കോഴിക്കോട് ടൗണിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മെട്രോ വരുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു മാറ്റം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രോ തൂണുകളുടെ അടിയിലായിട്ട് ഒരു പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. കാരണം ചില സമയത്ത് ഇതിൻ്റെ അടുത്തുള്ള കടകളിലൊന്നും ജനങ്ങൾക്ക് വാഹനം നിർത്താൻ ഉള്ളൊരു സൗകര്യമില്ല ഈ മെട്രോ റെയിൽ കടന്നു പോകുമ്പോൾ. ഒരൊറ്റ ഉദാഹരണം പറയാം. അപ്പം നമ്മൾ എടപ്പള്ളിയിൽ നിന്നും നേരെ നിങ്ങൾ MG റോഡ് ഭാഗത്തേക്ക് നോക്കി. നിങ്ങൾ പണ്ടത്തെ കാലത്തൊക്കെ MG റോഡിൻ്റെ 2 ഭാഗത്തുമുള്ള സ്ഥാപനങ്ങളൊക്കെ എത്രത്തോളം കച്ചവടം ഉണ്ടായിരുന്നു. പിന്നീട് ഈ മെട്രോ വന്ന സമയത്ത് കച്ചവടങ്ങൾ കുറച്ച് കുറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. അതിൻ്റെ വിഷയങ്ങൾ കുറേ ഭാഗത്തുണ്ട്. അപ്പോൾ അതിനും കൂടി ഒരു സൗകര്യം ഈ മെട്രോ വരുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള കച്ചവടക്കാർക്കും കുറച്ച് നല്ലൊരു ഗുണം ചെയ്യും. എനിക്കെന്നെ ഓർമ്മ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടി എറണാകുളത്ത് വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, രാത്രി കാലങ്ങളിലൊക്കെ ഫുൾ ടൈം ആയിട്ട് MG റോഡിലെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നു, ഏകദേശം 10-11 മണി വരെ. പക്ഷെ ഇന്ന് അത് നോക്കുന്ന സമയത്ത് നേരത്തെ കാലത്ത് അടച്ചുപൂട്ടി പോകാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് വാഴക്കാല ഭാഗത്ത് അടുത്ത മെട്രോ സ്റ്റേഷൻ വന്നിരിക്കുന്നത് എവിടെയാണ്. ഇവിടുത്തെ തൂണുകൾ നോക്കിയാൽ നിങ്ങൾ സ്ക്വയർ ടൈപ്പാണ്. അതാ ഞാൻ പറഞ്ഞ ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും എവിടേക്കാണ് മെട്രോ സ്റ്റേഷനുകളുടെ പണി നടക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ തൂണുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ. ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ റോഡിലൊന്നും വലിയ ബ്ലോക്ക് ഇല്ലല്ലോ എന്ന്. ഞാനീ പോകുന്നത് ഏകദേശം ഒരു 10-11 മണിക്കാട്ടോ. ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9:30-10 മണിയും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണി മുതൽ അങ്ങോട്ട് തുടങ്ങും ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് കേട്ടോ. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഭാഗത്തുമുള്ള റോഡിൽ വലിയ കുഴികളൊന്നുമില്ല. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതിനോട് ചേർന്നിട്ടുള്ള നടപ്പാതയുടെ കാരണം വളരെ വെൽ മെയിൻറ്റെയിൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്തത് 5ാമത്തെ മെട്രോ സ്റ്റേഷനാണ് പടമുകൾ. അപ്പോൾ ഏകദേശം ജൂൺ മാസത്തിൽ ഈ ഭാഗം വരെയുള്ള മെട്രോ സ്റ്റേഷനായിരിക്കും പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കട്ടോ. അപ്പോൾ ഈ ഭാഗത്തൂടെ മിക്കവാറും മെട്രോ ഓടാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പടമുകൾ ഭാഗത്ത് വന്ന മെട്രോ സ്റ്റേഷൻ്റെ അവിടുത്തെ തൂണുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, സ്ക്വയർ ടൈപ്പാണ്. അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കുറേ ഭാഗത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. പല സ്ഥലത്തും സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ജൂൺ മാസം എന്ന് പറയുമ്പം ഇനി വെറും
6 മാസമുള്ളൂ. അതിനുള്ളിൽ ഈ ഭാഗത്തുള്ള പണികളൊക്കെ കഴിയോ എന്നാണ് ഒരു സംശയം. എന്തായാലും എത്രയും വേഗം കഴിയട്ടെ. കാരണം മെട്രോ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ വളരെ സുഖമാണ്. കാരണം ബസ്സൊക്കെ പോണ സമയത്ത് വളരെയധികം ഗതാഗതക്കുരുക്കുണ്ടാവും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുറേ സമയം നഷ്ടമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി ഇതാണ് കാക്കനാട് ജംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പിന്നീട് കുറച്ച് മാറിയിട്ടാണ് ഈ മെട്രോ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടം വരെയാണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത്. ഇവിടുന്ന് പിന്നീട് നമ്മൾ സൈഡത്തെ റോഡ് കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കാക്കനാട് സിഗ്നൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇനി ഈ മെട്രോന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ആർക്കാന്ന് പറയാം, ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. കാരണം ഈ പാലാരിവട്ടം ഭാഗത്തു നിന്നൊക്കെ ഇൻഫോ പാർക്ക് വരെ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ്, അത്രയും സമയം പിടിക്കും. അപ്പോൾ ഈ മെട്രോ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള യാത്രാ സൗകര്യം വരും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അതൊക്കെയാണ് ഇതുപോലുള്ള മെട്രോ വരുന്ന സമയത്ത് ഓരോ സിറ്റികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള മെട്രോകൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുള്ള സിറ്റികളിലും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ നേരത്തെ പടമുകൾ ഭാഗത്ത് മെട്രോ സ്റ്റേഷൻ കണ്ടു. ഇനി അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കനാട് ഭാഗത്താട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പീറിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെട്രോ സ്റ്റേഷൻ ഇടത് ഭാഗത്താണോ വലത് ഭാഗത്താണോ എന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. കാരണം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അപ്ഡേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. ഏകദേശം 11.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 11.2 കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയം പിടിക്കും. അപ്പോൾ ഈ മെട്രോ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഓരോ ഭാഗത്തും എത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്ക് നടന്നിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇനി വർക്ക് നടക്കാനുള്ളതാണ്. ഇതാണ് ഈച്ചമുക്ക് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും ഒരു പൈലിങ്ങും ഇതൊന്നും നടന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് സെസ്സിൻ്റെ അവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അവിടെയാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. നമ്മളെല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി തന്നെ ഈ ഭാഗത്തൊക്കെ പീറിൻ്റെ വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ബൈനിങ്, പൈലിൻ്റെ വർക്കും പൈൽ ക്യാപ്പിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ട ഓരോ ഭാഗത്തായിട്ടും. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ട സ്ക്വയർ ടൈപ്പ് പീറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത് ചിറ്റേറ്റുകര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടം വരെയുള്ള തൂണുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ചിറ്റേറ്റുകര ടൗണിൽ ആണ് പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ദേശീയപാത 66 വർക്ക് കണ്ടപ്പോഴും അതുപോലെ തന്നെ PWDൻ്റെ വർക്ക് കണ്ട സമയത്തൊക്കെ പാലങ്ങൾ നിർമ്മിക്കുന്നു, ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നൊക്കെ അധികം നമ്മൾ കണ്ടിരിക്കുന്നത് PSC ഗാർഡർ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗാർഡർ അല്ലെങ്കിൽ സ്റ്റീൽ ഗാർഡറുകളാണ്. പക്ഷേ ഇവിടെ മെട്രോന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗാർഡർ നോക്കി നിങ്ങൾ, ഇതാണ് U ടൈപ്പ് ഗാർഡർ കേട്ടോ. ഇവിടെ ഏകദേശം 3 പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഈ 2 വെച്ചിട്ട് U ടൈപ്പ് ഗാർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ചിറ്റേറ്റുകര മെട്രോ സ്റ്റേഷൻ കേട്ടോ. അതിൻ്റെ വർക്ക് വലതു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഏകദേശം വർക്കുകൾ അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കും അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ചിറ്റേറ്റുകര മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഈ ചിറ്റേറ്റുകര മെട്രോ സ്റ്റേഷനാണ് 8ാമത്തെ മെട്രോ സ്റ്റേഷൻ കേട്ടോ. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലതു ഭാഗത്തായിട്ടാണ് വരുന്നത്. എന്നാൽ ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞുകൊണ്ട് മനസ്സിലായി ഇവിടെയാണ് സ്റ്റേഷൻ വരുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് നേരെ വളഞ്ഞ് കയറുക കേട്ടോ, നമ്മുടെ നേരെ ഇൻഫോ പാർക്കിൻ്റെ ഉൾഭാഗത്തേക്ക്. അപ്പം ഇനി ഫുള്ളായിട്ട് ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ മെട്രോ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളാണ് കയറട്ടോ. ഏറ്റവും കൂടുതൽ പണികൾ നടന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിൻ്റെ ഉൾഭാഗത്തോട്ടോ. അപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അവിടെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ച് കുറേ ഭാഗത്ത് U ടൈപ്പ് ഗാർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇനി അടുത്തൊരു മെട്രോ സ്റ്റേഷൻ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജഗിരി ഭാഗത്താട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിരിക്കുന്നത് ഏകദേശം 80% വർക്ക് നടന്നിരിക്കുന്നത് ഈ ഇൻഫോ പാർക്കിൻ്റെ ഉൾഭാഗത്ത് രാജഗിരി ഭാഗങ്ങളിലായിട്ടാട്ടോ. അതുപോലെ തന്നെ പീറിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് U ഗാർഡറുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇവിടെ 15 പീർ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് 28 U ഗാർഡറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിരിക്കുന്ന സ്ഥലം. നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റോഡൊന്നും വലിയ വീതി ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഈ ഭാഗത്തോടൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നേരെ ചെന്ന് കയറുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കണ്ട് അതിൽ കൂടെ നേരെ പോയിട്ട് സ്മാർട്ട് സിറ്റിൻ്റെ അവിടെ ചെന്ന് കയറും കേട്ടോ. അവിടം വരെയാണ് നമ്മൾ ഈ പിങ്ക് ലൈൻ phase 2 ഉള്ളത്. അപ്പോൾ ഇവിടം വരെയാണ് പീർ ക്യാപ്പിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ട് U ഗാർഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പിന്നീട് ലുലുവിൻ്റെ ടിൻ ടവറൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഇനി 10ാമത്തെ മെട്രോ സ്റ്റേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റ് ഉണ്ട്, അവിടെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്.
അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഭാഗം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പീർ ക്യാപ്പിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല, ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. സംഭവം ഈ ഇൻഫോ പാർക്ക് ഒരു ലോകാട്ടോ. എത്രങ്ങാനും സ്ഥാപനങ്ങളാണ് ഇതിന് ഉൾഭാഗത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനുള്ളിൽ കയറുന്നിട്ട്. അതിന് മുൻപ് ഞാൻ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് ഓരോ പാലം നിർമ്മിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോഴും കണ്ടിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് പീറുകളാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ റൗണ്ട് പീറുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് നോക്കി നിങ്ങൾ പീർ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു സ്റ്റേജ് തന്നെ അതിൻ്റെ അടിഭാഗത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതേമാതിരിയുള്ള സ്റ്റേജുകളാണ് നമ്മളെ ദേശീയപാത 66 വളാഞ്ചേരി ബൈപ്പാസിലുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണത്തിൽ പീർ ക്യാപ്പിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് പിന്നീട് വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഏകദേശം പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു അടുത്തതായിട്ട് യു ഗാർഡുകൾ സ്ഥാപിക്കാനുള്ളത്. പിന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലത്തും കൂടിയും ഇതേമാതിരി പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് യു ഗാർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് മെട്രോൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങൾക്കാട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾ 4 പീറിൻ്റെ മുകൾ ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ യു ഗാർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 2, 4, 6 ഗാർഡുകളാണ് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബെയറിങ്ങിൻ്റെ വർക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് യു ഗാർഡുകൾ സ്ഥാപിക്കട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളെ ഇൻഫോ പാർക്കിൻ്റെ ഗേറ്റ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തത് 11ാമത്തെ മെട്രോ സ്റ്റേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് സിറ്റീൻ്റെ ഗേറ്റ് ഉണ്ട്. അവിടെയാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ വരുന്നത്. പിന്നെ പല സ്ഥലത്തും പരിമിതികളുണ്ട് ഡ്രോൺ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തൊന്നും ഡ്രോൺ ഷൂട്ട് എടുക്കാത്തത് കേട്ടോ. എന്തായാലും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്ന മുകൾ ഭാഗത്ത് നമ്മൾ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചാൽ മാത്രമേ കാണാൻ രസം ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ പീറുകളുടെ വർക്ക് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. മുകൾ ഭാഗത്ത് നോക്കുക പീർ ക്യാപ്പിൻ്റെ വർക്കോടും കംപ്ലീറ്റ് ആയ സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് ഡ്രോൺ ഷോട്ടിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത സ്റ്റേഷൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അതുപോലെ തന്നെ പീറിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈലിംഗ് കഴിഞ്ഞ സ്ഥലത്ത് സ്റ്റീൽ ബൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെയാണ് അടുത്ത മെട്രോ സ്റ്റേഷൻ്റെ വർക്ക് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും ഏത് ഭാഗത്താണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് എന്നുള്ളത്. അത് ഈ ശരിക്കും തൂണുകൾ നോക്കി പോയാൽ തന്നെ മതി. ആ നേരെ കാണുന്നുണ്ട് നിങ്ങൾ, അതാണ് സ്മാർട്ട് സിറ്റിൻ്റെ ഉള്ളിലുള്ള ലുലുവിൻ്റെ ടിൻ ടവർ, IT ടിൻ ടവർ ആട്ടോ. ഇത് ഭയങ്കര സംഭവം തന്നെയാണ്. സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് IT ടിൻ ടവറാണിത്. അത് ആ സ്മാർട്ട് കൊച്ചിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ മെട്രോ ഫേസ് 2 പിങ്ക് ലൈൻ അവസാനിക്കുന്നത്. അവിടെ മെട്രോ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കൊച്ചി മെട്രോ ഫേസ് 2 പിങ്ക് ലൈനിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ 11.2 കിലോമീറ്റർ വരുന്ന ഈ പിങ്ക് ലൈൻ ഫേസ് 2-ന് 5 മെട്രോ സ്റ്റേഷനുകൾ ജൂണിൽ തുറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോട്ടലായിട്ട് 11 മെട്രോ സ്റ്റേഷനാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.